ഹലോ എവരി വൺ. സോ നിങ്ങളെ പഠിത്തം അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. സോ ചാപ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സിലാണ്. അപ്പോൾ നമുക്ക് കോൺസെപ്റ്റിലേക്ക് കടക്കാം. വളരെ സിംപ്ലി നമ്മൾ പഠിക്കുന്നുണ്ട്, ഒരു ചാർജ് പാർട്ടിക്കിളിന് ചുറ്റുമുണ്ടാവുന്ന സ്പേസിന് വിളിക്കുന്ന പേരാണല്ലോ ഇലക്ട്രിക് ഫീൽഡ്. സോ Q എന്നുള്ള ചാർജ് പാർട്ടിക്കിളിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ ഞാൻ നിങ്ങളൊരു പോയിന്റ് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ആ പോയിന്റ് പിയിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വാട്ട് ഇസ് ഇക്വേഷൻ? ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു KQ ഡിവൈഡ് ബൈ R സ്ക്വയർ അല്ലേ? KQ ഡിവൈഡ് ബൈ R സ്ക്വയർ. അതായത് Q പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ആ പോയിന്റിൽ നിന്ന് എവേ ആയിരിക്കും. Q നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ആ പോയിന്റിലേക്ക് ടുവാർഡ്സ് ആയിരിക്കും. ആ പോയിന്റിൽ നിന്ന് ചാർജിലേക്ക് ടുവാർഡ്സ് ആയിരിക്കും. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ NCERT വന്നിരിക്കുന്ന ചോദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ചോദ്യം. എക്സസൈസ് 1.8. 2 point charges Q1 is equal to 3 microcoulomb and Q2 is equal to minus 3 microcoulomb are located at 20 centimeter apart in vacuum. What is the electric field at the midpoint O of the line joining the two charges എന്നാണ് ചോദ്യം. മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. മിഡ് പോയിന്റിൽ ഉണ്ടാവുന്ന ഫീൽഡ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. എന്താണത്? രണ്ട് ചാർജുകൾ, ഒരു ചാർജ് Q1, മറ്റേ ചാർജ് എന്താണ്? Q2 ആണ്. ഒരു ചാർജ് Q1, മറ്റേ ചാർജ് Q2 ആണ്. പക്ഷെ അത് നെഗറ്റീവ് ചാർജ് ആണ് അല്ലെ? നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഞാൻ പറയാണ്, ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ദൂരം r ആണെങ്കിൽ, ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ദൂരം r ആണെങ്കിൽ എങ്ങനെ ഈ ചോദ്യം നമ്മൾ അപ്രോച്ച് ചെയ്യും? ആ ചെയ്യുന്ന രീതി ഞാൻ നിങ്ങൾക്ക് ആദ്യം പഠിപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഇതിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ആ മിഡ് പോയിന്റ് എന്ന് വിചാരിക്കും. O എന്നാണ് പോയിന്റ്. സോ നമുക്കറിയാം Q1 എന്നുള്ള ചാർജിൽ നിന്ന് O എന്നുള്ള മിഡ് പോയിന്റിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയാണ് എത്രയാ? r/2. അതുപോലെ O എന്നുള്ള ചാർജിൽ നിന്ന് മറ്റേ ചാർജിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത് മിഡ് പോയിന്റ് ആണ്. സോ മിഡ് പോയിന്റ് ആവുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരവും r/2 ആണ്. സോ നിങ്ങൾ നോക്കുക, ഈ Q1 എന്നുള്ള ചാർജിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം r/2 ആണ്. അതുപോലെ -Q2 എന്നുള്ള ചാർജിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം r/2 ആണ്. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? നോ ഡൗട്ട്. അത് മാത്രമല്ല, നമ്മൾ പഠിക്കുന്നുണ്ട്, ഈ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ +Q ആണെങ്കിൽ r ഡിസ്റ്റൻസ് അകലെ ഉണ്ടാവുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എവേ ആയിരിക്കും. എന്നാൽ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ നിങ്ങളൊരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലുണ്ടാവുന്ന ഫീൽഡ് ടുവാർഡ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ Q1 എന്നുള്ള ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്. ഈ Q1 എന്നുള്ള ചാർജിൽ നിന്നുള്ള ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഫീൽഡ് ഏത് ഡയറക്ഷനാണ്? അതിൽ നിന്ന് എവേ ആയിരിക്കില്ലേ? സോ അതിൽ നിന്ന് എവേ എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിലേക്കാണ് Q1 എന്നുള്ള ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡ്. സോ ഇറ്റ്സ് കോൾഡ് E1. എന്താ വിളിക്കുക? E1. ഇനി -Q2 ഉണ്ടാക്കുന്നതോ? നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡ് ടുവാർഡ്സ് ആണ്. സോ ഈ നെഗറ്റീവ് ചാർജ് ഈ പോയിന്റിൽ ഉണ്ടാവുന്ന ഒരു സ്മോൾ ചാർജ് പാർട്ടിക്കിളിനെ കൊണ്ടുവച്ചാൽ അതിന്റെ അടുത്തേക്കല്ലേ പിടിച്ചു വലിക്കുക. സോ ആ ഡയറക്ഷനിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. സോ E2 സെയിം ഡയറക്ഷൻ. സോ എന്റെ ചോദ്യം ഇതാണ്, E1 E2 രണ്ടും സെയിം ഡയറക്ഷൻ വന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? Q1 എന്നുള്ള ചാർജിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം r ആണ്, അത് അതിൽ നിന്ന് എവേ ആണ്. Q2 എന്നുള്ള നെഗറ്റീവ് ചാർജിൽ എന്താണ്? ആ പോയിന്റിലേക്കാണ് ഫീൽഡ് ഉണ്ടാവുക, അത് ടുവാർഡ്സ് ആണ്. നോക്കുമ്പോൾ ഈ രണ്ട് ചാർജുകളും O എന്നുള്ള പോയിന്റ് ആകുന്ന ഫീൽഡ് സെയിം ഡയറക്ഷൻ ആണ്. സോ നമുക്ക് നെറ്റ് ഫീൽഡ് എന്ത് ചെയ്താൽ വേണ്ടി പറ്റും? വാട്ട് ഇസ് നെറ്റ് ഫീൽഡ്? നെറ്റ് ഫീൽഡ് ഇസ് ഈക്വൽ ടു E1 പ്ലസ് E2 എന്ന് എഴുതി കൂടെ? E1 പ്ലസ് E2. ഇനി നോക്ക്, ഈ ഒരു +Q നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം r/2 ആണെങ്കിൽ വാട്ട് ഇസ് E1? എന്താണ് E1 വരിക? E1 is equal to K into Q divided by r/2 whole square. സോ നമ്മൾ അതിനെ സ്ക്വയർ ചെയ്താൽ K into Q divided by r square by 2 square 4 ആണ്. 4 കറങ്ങി മുകളിലേക്ക് പോയാൽ 4KQ square by r square വരും. അതുപോലെ ഇവിടെ E2 എന്ന് പറയാൻ എന്താ വരിക? K into Q divided by r/2 whole square. സോ 4KQ divided by r square. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താ? രണ്ടിന്റെയും ഫീൽഡ് സെയിം ആണെന്നല്ലേ? സോ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് 1ഉം ഇലക്ട്രിക് ഫീൽഡ് ഓഫ് 2ഉം സെയിം ആണ്. രണ്ടിന്റെയും ചാർജ് മാഗ്നിറ്റ്യൂഡും ഡിസ്റ്റൻസും സെയിം ആയതുകൊണ്ട് രണ്ടും ഈക്വൽ ആണ്. സോ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് E പ്ലസ് E ദാറ്റ് വിൽ ഗീവ് 2E എന്ന് വരും. സോ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു 2E. ദ വാല്യൂ ഓഫ് E അവിടെ കൊടുത്താൽ പോരെ. സോ ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് NCERTയിലുള്ള എക്സസൈസ് ആണ്. 2 point charges Q1 is equal to 3 microcoulomb and Q2 is equal to -3 microcoulomb are located at 20 centimeter apart in vacuum. What is the electric field at the midpoint O of the line joining AB join the two charges? ഞാൻ പറയാണ്, ഇത് A ആണ്, ഇത് B ആണ്, ഇതാണ് മിഡ് പോയിന്റ് എന്ന് വിചാരിക്കൂ. 20 സെന്റിമീറ്റർ ലെങ്ത് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം 10 സെന്റിമീറ്റർ ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം 10 സെന്റിമീറ്റർ ആണ്. ഇവിടെ 3 മൈക്രോകൂളം ആണ്, ഇവിടെ -3 മൈക്രോകൂളം ആണ്. ഒരാൾ പോസിറ്റീവ് ചാർജും ഒരാൾ നെഗറ്റീവ് ചാർജും ആകുമ്പോൾ എയിൽ ഉണ്ടാക്കുന്ന ഫീൽഡും ബിയിൽ ഉണ്ടാക്കുന്ന ഫീൽഡും രണ്ടും സെയിം ഡയറക്ഷൻ ആയിരിക്കും. സോ നെറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാം? 2 times of E എന്ന് എഴുതി കൂടെ? 2 into E എന്ന് പറഞ്ഞാൽ KQ divided by r square. ഒരൊറ്റ ആളുടെ എടുക്കുക. K എത്രയാ? 9 into 10⁻⁹. Q എത്രയാ? 3 into 10⁻⁻6 മൈക്രോകൂളം ആണ്.
ഡിവൈഡ് ബൈ ആർ 10 സെന്റിമീറ്റർ ആണല്ലേ. സോ ആർ ഇസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്ററെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ ഇൻറ്റു 10⁻²- വരും. ദാറ്റ് വിൽ ഗിവ് 10⁻⁻1 മീറ്റർ വരും. സോ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10⁻²- മീറ്റർ സ്ക്വയർ എന്ന് വരും അല്ലേ. സോ നമ്മളിവിടെ ആർ സ്ക്വയർ എഴുതുമ്പോൾ 10⁻² ചെയ്തു. സോ അടുത്ത സ്റ്റെപ്പിൽ 2 × 3 6 ആണ്. 9 × 6 എന്ന് പറഞ്ഞിരിക്കുന്നത് 54 ആണ്. സോ 54 × 10⁻9 × 10⁻² മുകളിൽ പോയാൽ +2 × 10⁻6 എന്ന് വരും. സോ -4 വരും. സോ 54 × 10⁻, നിങ്ങൾ നോക്കുക, ഇത് -4 വരും. -9 -4 പോയാൽ +5 വരും. 54 × 10⁵ ന്യൂട്ടൺ പെർ കൂളോം എന്നുള്ള ആൻസറിലേക്ക് എത്തും. 54 × 10⁵ ഓർ 5.4 × 10⁶ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് മൂവ് ചെയ്യാം. സോ ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയതിനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. 2 ചാർജുകൾ, ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവ്, മിഡ് പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഇമ്പോർട്ടന്റ് എന്താണെന്നായിരിക്കും നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യന്റെ ഇമ്പോർട്ടന്റ് എന്താണ്? ആ ക്വസ്റ്റ്യന്റെ ഇമ്പോർട്ടന്റ് യെസ്, 2022 ജെയിലേക്ക് നോക്കുമ്പോൾ അതേ കോൺസെപ്റ്റ് ഉപയോഗിച്ചു, അതേ കോണ്ടന്റ് ഉപയോഗിച്ചു വന്ന ചോദ്യം നോക്ക് നിങ്ങൾ. എന്താണത്? 2 point charges A and B of magnitude 8 × 10⁻6 and -8 × 10⁻6 are placed at a distance d apart. ഇവ തമ്മിലുള്ള ദൂരം d ആണ്. ഇതാണ് മിഡ് പോയിന്റ് O എന്ന് വിചാരിക്കും. സോ ഇത് A ആണ്, ഇത് B ആണ്. സോ മിഡ് പോയിന്റ് ആകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം d/2, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം d/2. ഇവിടെ വെച്ചിരിക്കുന്ന ചാർജ് 8 × 10⁻6, ഇവിടെ വെച്ചിരിക്കുന്ന ചാർജ് -8 × 10⁻6. എന്നാൽ ചോദ്യം എന്തായിരുന്നു നിങ്ങൾക്ക്? മിഡ് പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഗിവൺ ദാറ്റ് 6.4 × 10⁻4. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാ ചോദ്യം. നമുക്ക് അറിയുന്ന കാര്യമുണ്ട്. എന്താണത്? സെൻട്രൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ 2 times of E ആണ് നമുക്കറിയാം. അതേപോലെ E എന്ന് പറഞ്ഞാൽ എന്താ? K × Q ഡിവൈഡഡ് ബൈ ഒരു ചാർജിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരമല്ലേ, അത് d/2 ആണ്. അത് എടുക്കാൻ വിട്ടുപോയാൽ ഇതിന്റെ ആൻസർ തെറ്റിപ്പോവും. സോ വാട്ട് ഇസ് d/2 സ്ക്വയർ? d². 2 സ്ക്വയർ എടുത്താൽ ഇവിടെ ഒരു 4 ഉണ്ടാവും. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് പറയുന്നുണ്ട്? E0 വാല്യൂ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഓൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ d² വരും? d² is equal to 2 × K എത്രയാ? 9 × 10⁻9 and Q എത്രയാ? 8 × 10⁻6 × 4 ഡിവൈഡഡ് ബൈ E0. വാട്ട് ഇസ് E0? 6.4 × 10⁻4 വരും. 6.4 × 10⁻4ൽ ആ പോയിന്റ് കളയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഒരു 10 കൊടുത്തു. സോ 64 × 10⁻3 വരും. 8 64ൽ 8 പ്രാവശ്യം, 4 8ൽ 2 പ്രാവശ്യം, 2 ക്യാൻസൽ ചെയ്താൽ 9 × 10⁻, ഈ ഒരു 3 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ -3 ആവില്ലേ? സോ 10⁻6 × -3 -9 വരും. ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. സോ d² is equal to 9. ദ വാല്യൂ ഓഫ് d is equal to 3 മീറ്റർ എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തില്ലേ? കണ്ടോ നിങ്ങൾ? കണ്ടോ? ആ കോൺസെപ്റ്റ് മനസ്സിലായോ? സോ ആ കോൺസെപ്റ്റിൽ നിന്ന്, ആ ഒരു ചോദ്യത്തിൽ നിന്ന്, NCERT എക്സസൈസിൽ നിന്ന് ആ ചോദ്യം വന്ന സ്റ്റൈൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ചാർജ് പാർട്ടിക്കിൾ നിന്ന് r ഡിസ്റ്റൻസ് അകലെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടാകുമ്പോൾ മിഡ് പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് രണ്ടും ആഡ് ഓൺ ആണ് ചെയ്യുക. രണ്ടും മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ അത് 2 times of E ആയിരിക്കും. കാരണം മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ 2 ചാർജിനും സെന്ററിലേക്കുള്ള ദൂരം സെയിം ആയിരിക്കും. പക്ഷേ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ അത് ഈക്വൽ ആവുള്ളൂ. മാഗ്നിറ്റ്യൂഡ് സെയിം ആവുന്ന ചോദ്യങ്ങളെ ചോദിക്കുന്നുള്ളൂ. സോ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ 2E എന്നുള്ള രീതിയിൽ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ, എല്ലാ കോൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് എക്സസൈസ് 1.8 പഠിച്ചാൽ നിങ്ങൾക്ക് ജെയിൽ വരാൻ പോകുന്ന ചോദ്യം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇനിയും ഇങ്ങനത്തെ ചോദ്യങ്ങൾ, കോൺസെപ്റ്റുകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും നമ്മൾ വരും. സോ അടിപൊളിയായിട്ട് പഠിക്കുക, പ്രിപ്പറേഷൻ സ്ട്രോങ് ആക്കുക, ബിലീവ് ഇൻ യുവർ സെൽഫ്. ഇനിയുള്ള ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ്. അടിപൊളിയായിട്ട് പഠിക്കുക, ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ വിജയത്തെ പറ്റിയിട്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.